അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊന്നാര മക്കളെ, സുഖല്ലേ? അള്ളാഹു നല്ല സന്തോഷം തരട്ടെ. നമ്മൾ 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹ്, ആ ഫിഖ്ഹിലെ 1-ാമത്തെ ഭാഗത്തിലെ 6-ാമത്തെ പാഠം വസിയാബക ഫത്വഹിർ. നബിയെ, അങ്ങയുടെ വസ്ത്രം ശുദ്ധി വരുത്തുക എന്ന ആശയം വരുന്ന ആയത്തിൻ്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് പാഠത്തിന് ഹെഡിങ് ആയിട്ട്. ഇതിൽ മാലിന്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മാലിന്യങ്ങൾ നമ്മൾ അകറ്റി നിർത്തും. നിങ്ങൾ ആരെങ്കിലും മൂത്രമായ തുണിയെടുത്തുങ്ങൾ മദ്രസക്ക് വരുമോ? ഇല്ല. മലമായ തുണിയെടുത്തിട്ട് വരുമോ? ഇല്ല. അത് മാലിന്യമാണ്. പരിശുദ്ധ ഇസ്ലാം മാലിന്യങ്ങളെ അകറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. കഴുകേണ്ടത് കഴുകി തന്നെ വൃത്തിയാക്കണം. അല്ലാതെ മലമായ ഡ്രസ്സ് ആരെങ്കിലും പേപ്പറും കൊണ്ട് തുടച്ചിങ്ങാണ്ട് വരുമോ? വാസനിക്കും അല്ലേ? അപ്പോൾ അതാണ് വൃത്തിയാക്കണം. വൃത്തി ഈമാൻ്റെ ഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഒരു ഉപ്പയും മോനുമുള്ള സംഭാഷണത്തിലൂടെയാണ് പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. തുണി മാറിയുടുക്കോ, അതിൽ കുട്ടിയുടെ മൂത്രമായിട്ടുണ്ട്. ഉപ്പ ഷമ്മാസിനെ ഓർമ്മിപ്പിച്ചു. മൂത്രമായ തുണി ധരിച്ചാൽ നിസ്കാരം ശരിയാവില്ലേ? ഇല്ല, അത് നജസാണ്. മൂത്രം മലിനമാണ്, മാലിന്യമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായും കഴുകിക്കളയണം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ ബാക്കിയാവരുത്. എന്നിട്ട് വീണ്ടും നിസ്കരിക്കണം. നജസായ തുണി എടുത്തുങ്ങാണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകൂല. തുണി കഴുകിയിട്ട് വേറെ തുണി ഉണ്ടെങ്കിൽ എടുത്ത് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ഈ തുണി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് നിസ്കരിക്കുക. ശരി, ഏതൊക്കെയാണ് നജസുകളെന്ന് പറഞ്ഞു തരുമോ? ഷമ്മാസ് ഉപ്പയോട് ചോദിച്ചു. ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല ഉപ്പയാണല്ലേ, വിവരമുള്ള ഉപ്പാരാണ്. ഉപ്പക്ക് ചോദിച്ചാൽ കിട്ടണം ഉപ്പാരും ഉമ്മാരും ആണല്ലേ. നല്ല രസമാണ് വീട്ടിൽ. മൂത്രം, മലം, രക്തം, ചലം, ഛർദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല്, രോമം തുടങ്ങിയവ നജസാണ്. ഒക്കെ അറിയില്ലേ? ഈ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടില്ലേ? തിന്നാൻ പറ്റാത്ത ജീവി, കൈത തിന്നോ? അല്ലെങ്കിൽ ആന എന്നാൽ അതിൻ്റെ പാല് നജസാണ്. ആട് തിന്നു, പശു തിന്നു, അതിൻ്റെയൊക്കെ പാല് നജസല്ല. തിന്നണ ജീവിൻ്റെ പാല് നജസല്ല, തിന്നാത്ത ജീവിൻ്റെ പാല് മലിനമാണ്. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വരെ കുട്ടികളല്ലേ. നായ, പന്നി എന്നിവ മുഗല്ലളായ ഗൗരവമുള്ള നജസാണ്. നജസന് പവർ കൂടിയതാണ്, ഗൗരവമുള്ളതാണ്. അവ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസ് ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്നാൽ നായ, പന്നി അല്ലാത്തവയുടെ ശവത്തിൻ്റെ തോല് ഊറക്കിടുന്നത് കൊണ്ടും മദ്യം സുർക്കയാകുന്നത് കൊണ്ടും ശുദ്ധിയാകുന്നതാണ്. നിങ്ങളെ കൊച്ചു മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഞാൻ ചെറിയ രൂപത്തിൽ പറയാം. വലിയ ക്ലാസ് ഇൻഷാ അല്ലാഹ് ആയുസുണ്ടെങ്കിൽ പഠിക്കൂട്ടോ. ഒരു കുപ്പിയിൽ മൂത്രം സങ്കല്പിച്ചു. ഒരാൾ പറയാ, അഹമ്മദേ, ഈ മൂത്രം കൊണ്ടുപോയി ശുദ്ധിയാക്കി വന്നാൽ സാധിക്കുമോ? ശുദ്ധിക്കുമോ? ഒരു ബോട്ടിൽ മലം, ഇതൊന്നും ശുദ്ധിയാക്കാൻ സാധിക്കൂല. ഒരു ചത്ത നായുണ്ട്, അത് കൊണ്ടുപോയിട്ട് ഇത് ഈ ചത്ത നായനത് കൊണ്ടുപോയി ശുദ്ധിയാക്കി തന്നാൽ സാധിക്കുമോ? ചാവാത്ത നായ ശുദ്ധിയാക്കാൻ പറ്റുമോ?
നജസിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്നാൽ നജസ്സുകളിൽ നിന്ന് 2 വസ്തുക്കൾ ശുദ്ധിയാകും. അതാണ് നായും പന്നിയും അല്ലാത്ത ഏത് ജീവിയാകട്ടെ ശവം. അതിൻ്റെ തോല് ഒരാൾ മുറിച്ചെടുത്ത് അത് ഊറക്കിടുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതിൻ്റെ മലിനങ്ങളൊക്കെ നീക്കം ചെയ്ത് ആ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിൽ പ്രത്യേക പ്രോഗ്രാം ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ ഇട്ടുകാണ്ട് അത് ഇത്ര സമയം സൂക്ഷിച്ചു വെച്ചാൽ അത് ശുദ്ധമായിട്ട് വരും. അതിനിപ്പോൾ നമ്മൾ ലെതർ എന്ന തോലുന്ന. അപ്പോൾ ലെതറിൻ്റെ ചെരുപ്പ് ഈ തോലും കൊണ്ട് ഉണ്ടാക്കണം. ശരിക്കും അസുല്ല അങ്ങനെയാണ്. അപ്പോൾ പിന്നൊക്കെ കെമിക്കലൊക്കെ ചേർത്ത് പലതോളം ഉണ്ടാകും. അപ്പോൾ ലെതറിൻ്റെ ബാഗ്, ലെതറിൻ്റെ ചെരുപ്പൊക്കെ അത് ഈ ശവത്തിൻ്റെ തോലാണ്. ശവം എന്ന് പറഞ്ഞാൽ അറുത്തുക അറക്കാത്തുക എന്തോ ആട്ടെ. ചത്ത കൈത കളങ്ങനെ പോകുമ്പോൾ ചത്ത കൈത കളക്കുന്നുണ്ട്. അയാൾക്ക് തോന്നി ഈ കൈതൻ്റെ തോല് കെട്ട് എടുത്തുങ്ങാണ്ട് എന്ത് ചെയ്യുക, ഊറക്കിട്ടോ ശുദ്ധിയാവും. അതുപോലെ മദ്യം, കള്ള്. ഈ കള്ള് കൂടുതൽ സമയം സൂക്ഷിക്കുകയാണെങ്കിൽ ആ കള്ളിൻ്റെ രുചി പോയി സുർക്കയായിട്ട് മാറും. അപ്പോൾ കള്ള് സുർക്കയായി കഴിഞ്ഞാൽ ആ സുർക്ക നജസല്ല. കള്ള് നജസാണ്, കള്ള് സുർക്കയാ, സുർക്ക നജസല്ല. അപ്പോൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കട്ടോ. അപ്പോൾ നജസ് ശുദ്ധിയാകുമോ? ഇല്ല. 2 ശുദ്ധിയാകും. ശവത്തിൻ്റെ തോലും നായ പന്നി മുതലായ അല്ലാത്ത ശവത്തിൻ്റെ തോലും പിന്നെ മദ്യവും ശുദ്ധിയാകും. ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും. കള്ള്, മദ്യം സ്വമേധയാ സുർക്കയാവൽ കൊണ്ടും. ഇനി പറയാം, എല്ലാ ശവൻ നജസാണോ? അല്ല. ശവൻ നജസല്ലാത്ത 2 ഉണ്ട്. ജീവൻ പോയ നജസല്ലാത്ത 3 ഉണ്ട്. നമ്മളിപ്പോൾ മീൻ, അയില നമ്മൾ കിട്ടുമ്പോൾ ആരെങ്കിലും അർത്ഥങ്ങൾ തരുന്നതാണ്. ജീവൻ പോയി ചത്തുപോയതാണ് അല്ലേ, മീൻ ചാവും. അതുപോലെ തന്നെ വെട്ടുക്കിളി എന്ന സാധനമുണ്ട്. ഓക്കെ, എൻ്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കാണും. നമ്മൾ പുൽച്ചാടിയെ പോലത്തെ ഒരു സാധനം, പുൽച്ചാടിയല്ല കേട്ടോ, അങ്ങനത്തെ അറബി നാളിലൊക്കെ വളർത്തുന്നുണ്ട്, ഭക്ഷിക്കാനും പറ്റും. അതിൻ്റെ ഫാമുകൾ തന്നെ ഉണ്ട്, മാർക്കറ്റിൽ കിട്ടും ചെയ്യുക സാധനം, ജറാദ് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ മനുഷ്യൻ്റെ മയ്യത്ത്, ശവം എന്ന് പറയാൻ പാടില്ല, മോശമല്ലേ, മനുഷ്യനല്ലേ. വായിച്ചു നോക്കാം നമുക്ക്. മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല, മലിനമല്ല. അത് കഴുകണ്ട, അത് തട്ടാൻ ചെയ്യണ്ട, കഴുകൊന്നും വേണ്ട. അത് തിന്നാണെങ്കിൽ കഴുകേണ്ടി വരും. രക്തമൊക്കെ ഉണ്ടെങ്കിൽ കഴുകൊല്ലം കളയേണ്ടി വരും. അതല്ലാണ്ട് തിന്നാൻ പറ്റുന്ന വസ്തുവാണ്, ഭക്ഷിക്കാൻ പറ്റുന്ന വസ്തുവാണ് ചത്താലും. മനുഷ്യൻ്റെ മയ്യത്തും നജസല്ല. അപ്പം ജീവൻ നഷ്ടപ്പെട്ടാൽ, സ്വമേധയെ ജീവൻ നഷ്ടപ്പെട്ടാൽ നജസല്ലാത്ത 3 വസ്തുക്കൾ, ഒന്ന് മനുഷ്യൻ, മറ്റൊന്ന് മത്സ്യം, മറ്റൊന്ന് വെട്ടുകിളി, ജറാദ്. കോഴി, ആട് പോലെയുള്ള തിന്നൽ ഹലാലായ ജീവികളുടെ ശവം നജസാണ്. കോഴി നമ്മൾ നോക്കുമ്പോൾ കോഴി ഇങ്ങനെ തൂങ്ങി നിന്നീനി, പിന്നെ കോഴിയാണ് പിടഞ്ഞ് ചത്തുപോയി. എന്നാൽ തിന്നാൻ പറ്റുമോ? മുറിച്ചിങ്ങാട് തിന്നാൻ പറ്റുമോ? പറ്റില്ല. നല്ല ആടാ, 10-30 കിലോ ഉണ്ട്. നല്ല വിലയുള്ള ആടാണ്. പക്ഷേ നമ്മൾ നേരം പോയിട്ട് നോക്കുമ്പോൾ കൂട്ടി ചത്തി കിടക്കുന്നുണ്ട്, തിന്നാൻ പറ്റുമോ? പറ്റില്ല. അത് ചത്ത് കഴിഞ്ഞാൽ ശവം നജസാണ്. എന്നാൽ ഇവയെ അറുത്താൽ നജസല്ല. ഇസ്ലാം അനുവദിച്ചതാണ്, അറുത്താൽ തിന്നാൻ പറ്റും, നജസല്ല. ഇവയിൽ നിന്ന് ജീവിതകാലത്ത് വീർപ്പിരിഞ്ഞ രോമം, തൂവൽ മുതലായവയും നജസല്ല. ഒരാടിൻ്റെ രോമം ഒരാളെടുത്ത് നജസാണോ? അല്ല. ഒരു കോഴിൻ്റെ തൂവലെടുത്ത് നജസല്ല. ചത്ത നജസാവും, പക്ഷെ ജീവുള്ള സമയത്തെടുത്താൽ നജസല്ല. നല്ല പഠിക്കേണ്ട പാടാട്ടോ, വലിയ ഫലമുള്ള പാടാ. നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. അപ്പം നജസ് കൊണ്ട് മലിനമായത് മുത്തനജ്ജിസ്. അപ്പോൾ മൂത്രം നജസാണ്. മൂത്രം തട്ടിയ തുണി മുത്തനജ്ജിസാണ്. മലം നജസാണ്. മലം ആയ ശരീരത്തിൻ്റെ ഭാഗം മുത്തനജ്ജിസാണ്. മുത്തനജ്ജിസ് അത് കഴുകി വൃത്തിയാക്കാം. നജസിനെ വൃത്തിയാക്കാൻ കഴിയില്ല. മുത്തനജ്ജിസ് കഴുകി വൃത്തിയാക്കാം. നജസിൻ്റെ നിറം
മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. തൊഹൂറായ വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. എന്നാൽ 2 വയസ്സ് തികയാത്തതും പാലല്ലാതെയാണ്, കുപ്പിപ്പാലല്ല, മുലപ്പാൽ, പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായ ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലത്ത് മൂത്രത്തെക്കാൾ അധികം വെള്ളം തെളിച്ചാൽ മതി. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ എവിടെയെങ്കിലും നജസ്സായാൽ അതിൻ്റെ നജസ്സിൽ നിറം, രുചിയോ വാസനയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെ കഴുകണം. എന്നായി മഞ്ഞകമാത്ത് പറഞ്ഞു അല്ലേ. ഇനി 2 വയസ്സ് തികയാത്ത മുലപ്പാൽ മാത്രം സേവിക്കുന്ന, ഭക്ഷിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിൻ്റെ മൂത്രം എവിടെയെങ്കിലുമൊക്കെ ആയാൽ ആ മൂത്രം ഇപ്പോൾ ടൈൽസുമിലായ ആ ടൈൽസുമത്തെ മൂത്രം തുടച്ച് കളയുക. പിന്നെ അവിടെ കുറച്ച് വെള്ളം കുടഞ്ഞാൽ മതി, അവിടെ വെള്ളം കഴുകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു തുണിയിൽ ഒരു 1.5 വയസ്സായ കുട്ടി വെറും മുലപ്പാൽ മാത്രമേ കുടിക്കലുള്ളൂ. ആ കുട്ടിനെ എടുത്ത് പപ്പാണ് തുണിക്കാണ് കൂട്ടി മൂത്രമൊഴിച്ച്, എന്നാൽ ഇപ്പപ്പാക്ക് എൻ്റെ തുണി തിരുമ്പിക്കാട്ടിക്ക് പമ്പറന്നോളേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ മൂത്രത്തിൽ എവിടെയാണ് മൂത്രമായത് അവിടെ കുറച്ച് വെള്ളം എടുത്തുങ്ങാണ്ട് മൂത്രത്തിനേക്കാൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അവിടെ ഇങ്ങനെ കുടഞ്ഞാൽ മതി, ശുദ്ധിയാകും. പ്രശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടീൻ്റെ മൂത്രം കേട്ടോ, പെൺകുട്ടീൻ്റെ മൂത്രമല്ല. അത് ആണും പെണ്ണും മൂത്രത്തിന് വ്യത്യാസമുണ്ട്. നിങ്ങൾ വലിയ കുട്ടികളാവും, പഠിക്കൂട്ടോ. ഷമ്മാസ് ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ, ജസാക്കുമുല്ലാഹു ഖൈറാ, അല്ലാഹു ഖൈർ പ്രതിഫലം തരട്ടെ. ലാ തസിഹു സ്വലാത്തു ബിന്നജസി, ലാ തസിഹു സ്വലാത്തു നിസ്കാരം സ്വീകരിക്കപ്പെടൂല, സ്വഹീഹാകൂല, ബിന്നജസി മാലിന്യത്തോടുകൂടെ, നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. ഇനി തെദ്രീബാത്ത് എവിടെ വയ്ക്കാം കേട്ടോ. തെദ്രീബാത്ത് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ചെയ്യാം. അതിനിപ്പോൾ 12 മിനിറ്റായി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ദുനിയാവും ആഖിറവും സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. എൻ്റെ ഉപ്പാടക്കം ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും 6 അടി മണ്ണിലാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഉപ്പയുടെ സഹോദരി മരണപ്പെട്ടു. അല്ലാഹ് അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, ഖബർ നീ സ്വർഗ്ഗാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആരോഗ്യം തരണേ അല്ലാഹ്, അവർക്ക് നല്ല സന്തോഷം കൊടുക്കണേ അല്ലാഹ്, അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.